ചെറുപ്പം തൊട്ട് വലിയ കാര്യമായിട്ട് അങ്ങനെ പഠിക്കണ കൂട്ടത്തിലൊന്നല്ല. ലിസ്റ്റ് വന്നതിന് ശേഷം ആൾക്കാർ ഇതുവരെ കാണുമ്പോൾ ചിരിക്കാത്ത ആൾക്കാരൊക്കെ വന്ന് ചിരിക്കുക. പ്ലസ് ടു കഴിഞ്ഞിറങ്ങിയോണ്ട് എനിക്ക് അധികം ഇങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. PSC ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഞാൻ പഠിച്ചു, എനിക്ക് കിട്ടി. ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരോടും പറയുന്നുണ്ട് പഠിച്ചു നോക്കാൻ. ഹായ്, ഞാൻ അന്നും ഇന്നും എന്നും അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. 2009 സർക്കാർ സർവീസിൽ കയറുന്ന സമയത്ത് എൻ്റെ പ്രായം 22 വയസ്സായിരുന്നു. ആ ഒരു സമയത്ത് എൻ്റെ ഒരു പ്രത്യേക ശീലം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ റാങ്ക് ലിസ്റ്റുകളും ഇങ്ങനെ നോക്കുകയായിരുന്നു. ഞാൻ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റുകളിലൊക്കെയും ഏറ്റവും പ്രായം കുറഞ്ഞ ആളാരാണെന്ന് നോക്കുകയായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലൊക്കെ ആ റാങ്ക് ലിസ്റ്റുകളിലൊക്കെ ഞാൻ വന്ന റാങ്ക് ലിസ്റ്റിലൊക്കെ തന്നെ പ്രായം കുറഞ്ഞ ആൾ ഞാൻ തന്നെയായിരുന്നു എന്നുള്ളത് വളരെ അധികം സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമായിരുന്നു എന്നെ സംബന്ധിച്ച്. ഞാൻ ആ ശീലം വിട്ടില്ല. പിന്നീട് ക്ലാസ് എടുക്കാൻ തുടങ്ങിയ ശേഷവും പിന്നീട് എൻട്രിയിൽ വന്ന ശേഷമായാലും എപ്പോഴും റാങ്ക് ലിസ്റ്റുകൾ വരുന്ന സമയത്ത് ആ റാങ്ക് ലിസ്റ്റുകൾ പരിശോധിച്ചിട്ട് അതിൽ പ്രായം കുറഞ്ഞ ഉദ്യോഗാർത്ഥികൾ ആരൊക്കെയാണ്, ഏതൊക്കെ വയസ്സ് കയറിയിട്ടുണ്ട് എന്ന് നോക്കുന്നത് ഒരു ശീലമായി ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്തും നോക്കിക്കൊണ്ടിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെയും കുറേ കാലം എൻ്റെ റെക്കോർഡ് ഞാൻ തന്നെ കാത്തു സൂക്ഷിച്ചു. പക്ഷേ പിന്നീട് അതങ്ങോട്ട് മാറി. അതായത് LGS ഡിഗ്രിക്കാർക്ക് പറ്റില്ല എന്നായപ്പോൾ വളരെ ചെറുപ്രായത്തിലുള്ള ആളുകൾ കയറാൻ തുടങ്ങി. അതേപോലെ CPO 20-ലും 21-ലും 22-ലൊക്കെ ആളുകൾ കയറാൻ തുടങ്ങി. അപ്പോൾ ഈ അടുത്ത് വന്നിട്ടുള്ള CPO KAP1-ൻ്റെ റാങ്ക് ലിസ്റ്റ് ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ അവിടെ 2ാം റാങ്കുകാരനെ ഞാൻ കണ്ടുമുട്ടുന്നു. അജയ് എന്നാണ് പേര്, 21 വയസ്സാണ്. ആ അജയ് ആണ് ഇന്ന് നിങ്ങളുടെ കൂടെ ഉള്ളത്. അജയ് അവൻ്റെ പഠനാനുഭവങ്ങൾ, എങ്ങനെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോലും പോകാതെ ഈ ഒരു റാങ്കിലേക്ക്, ഈ ഒരു മികച്ച റാങ്കിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ള അദ്ദേഹത്തിൻ്റെ നേട്ടം ഇവിടെ വിശദീകരിക്കും. നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു മുന്നോട്ട് പോക്കിന്, നിങ്ങളുടെ മുന്നോട്ട് പോക്കിന് ഉതകുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അജയിൻ്റെ ആ ഒരു അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ 21-ൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ആലോചിക്കുക. നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഓക്കെ, അപ്പം അതിനൊരു മാറ്റം വരുത്തുക, മുന്നേറുക. അതിനുള്ള കാര്യങ്ങൾ ഇന്ന് അജയിൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് PSCക്ക് ഇറങ്ങണേ. ഡിഗ്രിക്ക് ചേരണതിന് മുന്നേ ഒരു അഡ്വൈസ് കയ്യെ പറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. ചെറുപ്പം തൊട്ട് പോലീസ് ഒരു താല്പര്യമുള്ള ജോലിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവർക്കും പണ്ട് തൊട്ട് പോലീസ് ജീപ്പ് ഇതൊക്കെ കാണുമ്പോൾ പോലീസ് ആവണമെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് മനസ്സിൽ തോന്നിയൊരു ആഗ്രഹം. അപ്പോൾ അതിങ്ങനെ വീട്ടുകാരടുത്ത് പറഞ്ഞപ്പോൾ അച്ഛനമ്മയും സമ്മതിച്ചു. വേഗം ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടത്തിന് അടിച്ചു പൊളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വേഗം പഠിച്ചൊരു ജോലി മേടിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഒരു പ്ലാനിൽ തുടങ്ങിയതാണ്. അപ്പോൾ അതിപ്പോൾ ഇവിടെ വരെ എത്തിക്കണു. അങ്ങനെ ചെറുപ്പം തൊട്ട് വലിയ കാര്യമായിട്ട് അങ്ങനെ പഠിക്കണ കൂട്ടത്തിലൊന്നല്ല. മെയിൻലി ഇങ്ങനെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തട്ടിമുട്ടി പാസ്സാവുക. ആ പരീക്ഷയുടെ 2 ദിവസം ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പിന്നെ കുറച്ച് കോപ്പി അടിച്ചൊക്കെ അങ്ങനെ അങ്ങോട്ട് പാസ്സായി പോണ ഒരു ഇതായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ കോപ്പിയുടെ ഇതൊന്നും നടക്കില്ലെന്ന് മനസ്സിലായി. അങ്ങനെയാണ് പഠിച്ചു തുടങ്ങിയത്. ഞാൻ സ്പോർട്സ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇവൻറ്റ് ഫെൻസിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു മാർക്കും എനിക്ക് അഡ്വാൻറ്റേജ് കിട്ടി. ഇനിയിപ്പോൾ ഇത് ജോലി കിട്ടിയിട്ട് ഇനി LW എടുക്കണം എന്നൊക്കെയാണ് വിചാരിക്കണേ. ഞാനിപ്പോൾ ഓൾറെഡി കോളേജിൽ പഠിക്കുകയാണ്. ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ ആണ് പഠിക്കണത്. ഇപ്പോൾ ഇനി അഡ്വൈസ് വരുമ്പോൾ ഡിഗ്രി പഠനം കൂടി ഒരു ക്ലാഷ് ആവുമെന്നാണ് വിചാരിക്കണത്. എന്താണെന്നറിയില്ല. ഇനി അത് എന്താണെന്ന് നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. പ്ലസ് ടു കഴിഞ്ഞിറങ്ങിയോണ്ട് എനിക്ക് അധികം ഇങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം വീട്ടുകാരാണിങ്ങനെ ജോലിക്ക് പോകാനോ അങ്ങനെയൊന്നും നിർബന്ധിക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഡിഗ്രി പഠിക്കുന്ന പോലെ തന്നെ ഒരു 3 വർഷം എടുത്ത് പഠിച്ചോളാൻ ഞാൻ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ നല്ല ഈസി ആയിട്ടാണ് പഠിച്ചത്. ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മളിപ്പോൾ ഓൾറെഡി പ്ലസ് ടുവിൽ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഫോഴ്സ് ലെവലിൽ ചോദ്യങ്ങളിലൊക്കെ NCERT-യിലായാലും വരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു നല്ല അഡ്വാൻറ്റേജ് ആയിരുന്നു. പിന്നെ SCERT ഒക്കെ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിലൊരു അറിവുണ്ടാവും. പഠന സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ഓഫ്ലൈനായിട്ടൊരു സെൻറ്ററിൽ പോയിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ എൻട്രിയുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ നന്നായി യൂസ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് എൻട്രിയുടെ എക്സാമുകൾ, ആ എക്സാമിൽ വരുന്ന കാര്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പഠിക്കുന്നത് വളരെ ഒരു ഉപകാരപ്പെട്ടിട്ടുള്ളൊരു കാര്യമായി തോന്നിയിട്ടുണ്ട്. പിന്നെ പരീക്ഷയുടെ അവസാന സമയത്ത് നമ്മുടെ സുജേഷ് സാറിൻ്റെ ബ്ലൂ പ്രിൻ്റ് വെച്ചിട്ടുള്ള റിവിഷൻ ക്ലാസ്സും ഇതൊക്കെ വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഈ ഫോഴ്സ് ലെവൽ എക്സാമുകൾക്ക് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷും മലയാളവും മാത്സും നന്നായി പഠിക്കണം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്ക് നന്നായി നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു രീതിയിൽ എല്ലാം ഒരു പ്രയോറിറ്റി വെച്ചിട്ട് നോക്കുക. എല്ലാ ദിവസവും ഒരു 3 മണിക്കൂറെങ്കിലും ഇംഗ്ലീഷും മലയാളവും മാത്സും സ്പെഷ്യൽ ടോപ്പിക്കും പഠിക്കാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം. അത് യൂണിഫോം ജോബ്സ് ആയാലും ഏത് പരീക്ഷയാണെങ്കിലും ഇംഗ്ലീഷും മലയാളവും മാത്സും നന്നായിട്ട് തന്നെ പഠിക്കണം. എൻട്രി ആപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് മെയിനായിട്ട് ഇഷ്ടം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ടുള്ള ഇതുണ്ടാവും, ഫോൾഡർ ഉണ്ടാവും. അത്
വളരെയധികം ഉപകാരമാണ്. പിന്നെ നമ്മുടെ പ്രദീപ് മുഖർസൽ തല സാറിൻ്റെ റിവിഷൻ ക്ലാസ്, പിന്നെ സുജേഷ് സാറിൻ്റെയൊക്കെ റിവിഷൻ ക്ലാസ്, പിന്നെ ഇങ്ങനെ ഓരോ ടിപ്സ്, അതൊക്കെ വളരെയധികം ഉപകാരമാണ്. ഞാൻ ആദ്യം PSC പഠിക്കാൻ പോയത് നാട്ടിലുള്ളൊരു സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ പഠന രീതികളും കാര്യങ്ങളൊന്നും എനിക്കത്ര ശരിയായി തോന്നിയില്ല. അപ്പോൾ അതാണ് അവിടെ നിന്ന് നിർത്തി വേറെ ഞാൻ എൻട്രിയിലെ ക്ലാസ്സുകളും കാര്യങ്ങളും മോക്ക് എക്സാമുകളും ഒക്കെ നന്നായി എഴുതി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. മെയിനായിട്ട് നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുതിയത് തുടങ്ങുന്ന ആൾക്കാർക്ക് എൻട്രി ഒരു നല്ല ഓപ്ഷനാണ്. എല്ലാവരും ഇങ്ങനെ PSC പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോ ലിസ്റ്റ് വരുമ്പോഴും നമ്മുടെ പേരുണ്ടോയെന്ന് എടുത്ത് ഇങ്ങനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ PSC പഠിക്കണേ, എന്താ പഠിക്കണേന്നൊന്നും. ഞാൻ വീട്ടിലാണെങ്കിലും അച്ഛനും അമ്മോടും പറഞ്ഞു, ആരോടും പറയണ്ട, എല്ലാം കിട്ടുമ്പോൾ പറഞ്ഞാൽ മതി, അതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. എൻ്റെ ബന്ധുക്കൾക്ക് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ ഞാൻ PSC പഠിക്കുന്നുണ്ടെന്ന്. പഠിച്ചു തുടങ്ങുമ്പോൾ എല്ലാവരും ഇങ്ങനെ കളിയാക്കിയൊക്കെ ചെയ്തോർന്നു, എന്തിനിപ്പോൾ ഇതിന് പോണേ, വേറെ എന്തെങ്കിലും ഡിഗ്രിക്കാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊക്കൂടെ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അമ്മോടൊക്കെ വന്ന് പറയും, ഇവനിങ്ങനെ ഡിഗ്രിക്ക് വിടാണ്ട് ഇങ്ങനെ ഈ PSC എന്നും പറഞ്ഞ് നടത്തുന്നത് അത്ര ശരിയല്ല, വെറുതെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, അങ്ങനെയൊക്കെ ഓരോരുത്തരും വന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ജോലി കിട്ടി, മറ്റേ 2ാം റാങ്ക് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവരൊക്കെ കുറ്റം പറഞ്ഞവരൊക്കെ വന്ന് ഭയങ്കര വിഷസ് പറയലും അടിപൊളിയാണ് അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. ലിസ്റ്റ് വന്നതിന് ശേഷം ആൾക്കാർ എല്ലാവരും ഇതുവരെ കാണുമ്പോൾ ചിരിക്കാത്ത ആൾക്കാരൊക്കെ വന്ന് ചിരിക്കുക, എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ വന്ന് വർത്തമാനം പറയുക, അങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ. പിന്നെ കോളേജിൽ പോയാലും അതെ, എല്ലാവരും വന്ന് പറയും നമ്മുടെ 2 കേസുണ്ട് അതൊന്ന് തീർപ്പാക്കി തരണം, അങ്ങനെയൊക്കെയാണ്. എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ പോലീസുകാരാന്നൊക്കെയാണ് വിളിക്കുന്നത് നാട്ടിൽ തന്നെ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. വീട്ടിലാണെങ്കിലും അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ജനറേഷനിലുള്ളവരിപ്പോൾ കുറച്ച് പേരൊക്കെ PSCയിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ എല്ലാവരും മെയിനായിട്ട് PSC ഒന്ന് ട്രൈ ചെയ്ത് നോക്കണില്ല. എല്ലാവരും ഇത് കിട്ടില്ല എന്നാണ് പറയണത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടുമോ ഇല്ലയെന്ന് തീരുമാനിക്കാനേ ഞാൻ പറയുള്ളൂ. PSC ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ ഞാൻ പഠിച്ചു, എനിക്ക് കിട്ടി. ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരോടും പറയുന്നുണ്ട് പഠിച്ചു നോക്കാൻ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയാലും PSCയുടെ കാര്യങ്ങളൊക്കെ ഞാൻ കൂട്ടുകാരോടും പറയുന്നുണ്ട്. അവരെ എനിക്ക് PSCയിലേക്ക് ഇറക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു സേഫ് ഓപ്ഷനാണ്. കാരണം ഇനിയിപ്പോൾ ഇത് കിട്ടിയാലും നമുക്ക് വേണമെങ്കിൽ വേറെ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടായാലും നമുക്ക് വർക്ക് ചെയ്യാനും ഇതിനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ PSC ജോലി തിരഞ്ഞെടുത്തത്. ഇപ്പോൾ +2 ഒക്കെ കഴിയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് ക്വാളിഫിക്കേഷൻസ് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ജോലികൾ കിട്ടുന്നത് കുറവാണ്. അപ്പോൾ നമ്മളൊരു +2 ഒക്കെ കഴിയുമ്പോൾ തൊട്ട് നമ്മളിപ്പോൾ PSCയോ അങ്ങനെ ഏതെങ്കിലും നമുക്കൊരു സേഫ് ഓപ്ഷനിൽ നമ്മൾ നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജോലിയൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള പഠനം കണ്ടിന്യൂ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനിപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയാണ് ചെയ്തത്. +2 കഴിഞ്ഞിട്ട് നേരെ PSCക്ക് പോയി. അത് കഴിഞ്ഞ് PSC കിട്ടുമെന്ന് ഉറപ്പായിട്ടാണ് ഞാൻ എൻ്റെ ഡിഗ്രിക്ക് ചേർന്നത്. അപ്പോൾ ഇപ്പോൾ +2 ഒക്കെ പഠിക്കുന്നവരോട് എനിക്കതാണ് പറയാനുള്ളത്. നിങ്ങൾ +2 കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ പഠിപ്പ് കഴിഞ്ഞതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ജോലി ഒരെണ്ണം സേഫാക്കി ഇടുക. കാരണം ഇന്ന് എല്ലാവർക്കും വേണ്ടോണം ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, പക്ഷേ അവർക്ക് ആർക്കും അതിനനുസരിച്ചിട്ടുള്ള ജോലികൾ കിട്ടുന്നില്ല. അപ്പോൾ എനിക്കിനി പഠിച്ചു തുടങ്ങുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുമ്പോൾ 100% ആത്മാർത്ഥത്തോടു കൂടി പഠിക്കുക. നമ്മളെ കുറ്റം പറയാനും കളിയാക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ നിങ്ങളെല്ലാവർക്കും അവരവരുടേതായ ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. എന്തായാലും നിങ്ങൾക്കൊരു ദിവസം അവിടേക്ക് എത്തിപ്പെടാൻ പറ്റും. എല്ലാവർക്കും നാളെ ഇതുപോലെ ഇങ്ങനെ ഇൻ്റർവ്യൂകളിലൊക്കെ വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അജയിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അജയ് ബുദ്ധിപൂർവ്വമായിട്ടുള്ള തീരുമാനം എടുത്തു. +2 കഴിഞ്ഞു, ഡിഗ്രിക്ക് പോകാതെ ജോലി ഉറപ്പിച്ചിട്ട് സ്വപ്നങ്ങൾക്ക് പിറകെ പോകുന്നു. നിങ്ങൾ +2 കഴിഞ്ഞ ആളുകൾ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. 2 രീതിയിൽ നമുക്ക് ജീവിതത്തെ നോക്കിക്കാണാം. ഒന്ന്, നമുക്ക് വേണ്ട വിദ്യാഭ്യാസം മുഴുവൻ നേടിയതിന് ശേഷം ജോലിക്ക് വേണ്ടി ശ്രമിക്കാം. അത് പരമ്പരാഗത രീതിയാണ്. നമുക്ക് നിലയുറപ്പിക്കാൻ ആവശ്യമായ ഒരു ജോലി ഉറപ്പിച്ചതിന് ശേഷം നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിറകെ വിദ്യാഭ്യാസത്തിനായാലും മറ്റ് പ്രൊഫഷണലുകളിലേക്കായാലും അങ്ങനെ പറക്കാം. ഈ 2 രീതികൾ നമുക്ക് ജീവിതത്തെ അപ്രോച്ച് ചെയ്യാം. ഈ 2ാമത്തെ രീതികളാണ് ഇന്ന് അജയിനെ പോലെയുള്ള ജൻസികൾ കൂടുതലായിട്ടും ഒപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കാം. അജയ് നിങ്ങൾക്കൊരു പ്രചോദനമാവുമെന്ന് കരുതുന്നു. അജയ്, ഇത് എൻട്രിയുടെ ഒരു ചെറിയൊരു ഗിഫ്റ്റാണ്. വലിയ ഗിഫ്റ്റ് നമ്മുടെ മീറ്റപ്പിന് ഉണ്ടാവും കേട്ടോ. താങ്ക് യു സർ.